السلام عليكم. الحمد لله. الصلاة والسلام على خير خلق الأنبياء وعلى آله وصحبه الجميع. بسم الله الرحمن الرحيم. ولهم علي ذنب فأخاف أن يقتلون. قال كلا فاذهبا بآياتنا إنا معكم مستمعون. فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل. صدق الله العظيم. ബഹുമാന്യരെ, ഞാൻ അകലാട് വലിയുള്ളാഹി ഷെയ്ഖ് അഹമ്മദ് ദർവേശ് ഖാദിരി ഉൽജിസ്തി റഹ്മത്തുള്ളാഹി തങ്ങളുടെ മകൻ സക്കരിയ ദർവേശ്. കുറെ കാലമായി ഞാനിപ്പോൾ ലൈനിൽ വന്നിട്ട്. ഇപ്പോഴും പ്രധാനമായിട്ട് വരുവാനുള്ള കാരണങ്ങളെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ തന്നെ സമ്മർദ്ദങ്ങൾ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ട് എന്ത് ഉപയോഗം? ഏതായിരുന്നാലും നാം വളരെയേറെ പ്രാധാന്യം അറിയിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്, ഖത്തർ ഷെയ്ഖ് 4,000 കോടി അല്ല 40,000 കോടി രൂപയുടെ സ്വർണം പൂശിയ പ്ലെയിൻ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിരോധിയും തീവ്രവാദിയുമായ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ട്രംപ് അവർക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നത്, കുട്ടികൾക്ക് ഓണപ്പുടവ കൊടുക്കുന്ന പോലെ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ സമ്മാനമായിട്ട് സ്വർണം പൂശിയ പ്ലെയിൻ ഇന്നുവരെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ഖത്തർ ഷെയ്ഖ് കൊടുത്തത് അവനക്ക്. അപ്പോഴോ അതിന് നന്ദി ചെയ്യണ്ടേ? അതിന് നന്ദിയാണ് അവൻ ചെയ്തത്. എന്ത്? ഇസ്രായേലിനെ മുൻനിർത്തി കൊണ്ടിട്ട് ഖത്തറിന്റെ തലമണ്ടയിൽ തന്നെ കൊണ്ടുവന്ന് ബോംബിട്ട് കൊടുത്തത്. പ്ലെയിൻ കൊടുത്തപ്പോൾ അവൻ ബോംബ് കൊടുത്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ഖത്തറിലേക്ക് അവൻ അടിച്ചത് ഒരു തുടക്കം. ഇനി മറ്റുള്ള GCC രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വല്ല ക്യാമ്പുകളുണ്ടല്ലോ, താവളങ്ങളുണ്ടല്ലോ അമേരിക്കയിലെ. അവിടെ ആ ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം മുഴുവൻ താവളങ്ങൾ ഇട്ടിരിക്കാനല്ലോ. അവന്റെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കണം, തീറ്റയും കൊടുക്കണം, എല്ലാം നോക്കണ്ടേ. അതൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ഇവിടൊക്കെ താവളങ്ങളുണ്ടല്ലോ ഇവനക്ക്. ഈ താവളങ്ങളിലൊക്കെ ഇപ്പോൾ ഖത്തറിൽ തന്നെ 3 താവളം ഉണ്ട് അവന്. ഏറ്റവും വലിയ താവളമാണ് അവന്, സൈനിക താവളം. അവിടെയൊക്കെയാണ് അടിച്ചത്. എന്നിട്ട് അവൻ അറിഞ്ഞില്ല എന്ന്. അവന്റെ സൈനിക താവളവും കൂടെ അവിടെ ഉണ്ടായിട്ട് ഒരു മിന്നാമിനുക്ക് പാറിപ്പറന്നാൽ കാണാവുന്ന റഡാർ സംവിധാനം ഉണ്ടായിട്ട് പോലും അവന് കാണാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ മനഃപൂർവ്വം പ്ലെയിൻ കൊടുത്തതിന് പകരം ബോംബ് കൊടുത്തു. ഇതേപോലെയുള്ള മറ്റുള്ള GCC രാഷ്ട്രങ്ങൾക്കൊക്കെ തന്നെ ബോംബിട്ട് നശിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയാണ്, തെളിവാണ് ഇവന് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേൽ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യമാണ്. ഇപ്പോഴും ഇറാൻ വന്നതിനോടുകൂടെ ലോക പോലീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇവനക്ക് ഇറാൻ വന്ന് ഇസ്രായേലിനെ ഇറാൻ തരിപ്പണമാക്കിയതുപോലെ ഇറാൻ ഉണ്ടായതിനു ശേഷം രാഷ്ട്രം ഇവൻ അടിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ അടിച്ചിട്ടുണ്ട്? ഇല്ലല്ലോ. അത് ഇറാനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇറാനെ കൊണ്ട് അങ്ങനെ കഴിയുന്നവരാരെങ്കിലും വിചാരിച്ചോ? അവർ വിചാരിച്ച് ഇറാനിയ പട്ടിക രാജ്യമല്ലേ, അവരുടെ കറൻസിക്ക് വലിയ വില ഒന്നുമില്ല, അവിടെ തൊമ്മനല്ലേ, ഇതിന് വലിയ വില ഒന്നുമില്ല എന്ന് കൽപ്പിച്ച്. പക്ഷെ അതുകൊണ്ടാണ് ഇറാനിലെ ആയത്തുള്ള ഖമീനി പറഞ്ഞത്, അറബികളെ, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ യുദ്ധശേഷിയുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ചാൽ അതിൻ്റെ മുന്നിൽ അമേരിക്ക ഒന്നുമല്ല. ഇപ്പോഴീ അറബികൾക്ക് മുഴുവൻ ഭീഷണിയായി നിൽക്കുന്നത് അമേരിക്ക ഇസ്രായേലുമാണ്. ഇന്ന് 142 രാഷ്ട്രങ്ങൾ ഈ നെതന്യാഹു എന്ന് പറഞ്ഞ പ്രത്യേകിക്കാൻ ഇറങ്ങിപ്പോയില്ല. ഈ ഒറ്റ ട്രംപ് അല്ലാതെ വേറെ ആരാണ് അവർക്ക് ആനുകൂല്യമുള്ളത്? ഫലസ്തീൻ അംഗീകരിക്കാൻ, ഫലസ്തീനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞില്ല നടക്കണം. അറബികളുടെ ചോറും തിന്നി പറ്റുന്ന അറബികളെ വരെ നശിപ്പിക്കുകയും വേണം, ഇസ്ലാമിനെ നശിപ്പിക്കുകയും വേണം എന്നിട്ട് നടക്കുന്ന ട്രംപ്. ഇവരെ തിരിച്ചറിയാൻ ഇതുവരെ അറബികൾക്ക് കഴിഞ്ഞില്ലേ? അറബികൾ ആദ്യം വേണ്ടത് എന്തെന്ന്? ഇറാനെ ഇമാമായിട്ട് നിർത്തുക. ഇറാൻ ശക്തിയാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തതാണ്. റഷ്യ സൈന്യം ബാക്കിലുണ്ട്, അമേരിക്ക ഒന്നുമല്ല. കാരണം അമേരിക്ക വിളയാടുന്നത് ഗൾഫിൽ മാത്രം. അൽഫുത്തൈം, അൽ ഖുറൈർ, ഗൽദാരി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ പോലെ 85,000 കൂടുതൽ കോടീശ്വരന്മാർ ദുബൈയിൽ തന്നെ ഉണ്ട്. പിന്നെ UAE, മറ്റുള്ള GCC രാഷ്ട്രങ്ങളിലോ.
ഇവരുടെയൊക്കെ പണം ചെന്ന് കിടക്കുന്ന അമേരിക്കൻ ബാങ്കിലല്ലേ. അതുകൊണ്ടല്ലേ അമേരിക്ക പണത്തിന്റെ ശക്തി കൊണ്ടല്ലേ ഈ അറബികളുടെ പണം അമേരിക്ക ബാങ്കിൽ കിടക്കുന്നതുകൊണ്ടല്ലേ അവൻ ജീവിക്കുന്നത്. എന്നാൽ അവനക്ക് എന്ത് വരുമാന? ചേരി പ്രദേശമല്ലേ അവിടെ. മയക്കുമാരിൽ അടിമപ്പെട്ട് കിടന്നിട്ട് വേറും വൃത്തിയില്ലാതെ അറബികളുടെ പണമാണ് അവന്റെ ജീവിതമാർഗം. ഇവരുടെ ബാങ്കുകളിൽ നിന്നിട്ട് ഇവരെ അക്കൗണ്ട് പിൻവലിക്കണം. അപ്പോഴറിയാം അവന്റെ പട്ടിന്റെ രൂപം, അവന്റെ വയറിന്റെ വശപ്പ്. അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക താവളം ഉണ്ടല്ലോ അമേരിക്ക, എല്ലാ സൈനിക താവളവും നിർത്തലിക്കണം. ഇവിടെ ഇവർക്ക് എന്തിന് സൈനിക താവളം? അമേരിക്കക്കാർക്ക് ഇവിടെ ഇവർക്ക് വിഷം കുത്തി വെക്കാനുള്ള ഒരു താവളമാണത്, അറബികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടറിയാണ് ശേഖന്മാർ. കുറെ ഖത്തറിൽ ഇവിടെ കൂടിയിട്ട് കുറെ ശേഖന്മാർ കൂടിയിട്ട് യോഗം ചേർന്നതിനെ കൊണ്ടൊന്നും പോരാ. ശരിക്കും അമേരിക്കയെ വിറപ്പിക്കണം. അതെങ്ങനെ പണ്ട് കിങ് ഫൈസൽ രാജാവ് ചെയ്തില്ലേ? 3 ദിവസം പെട്രോൾ കൊടുക്കാതെ ഇരുന്നപ്പോൾ അമേരിക്ക കൂരി ഇരുട്ടിലായില്ലേ? ഇതേപോലെ പെട്രോളിന്റെ കാര്യത്തിൽ നിയന്ത്രണം വരുത്തണം. അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് അറബികളുടെ പണം പിൻവലിക്കുകയും വേണം. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ താവളം നിർത്താം. ഇവിടെ ഈ രാജ്യത്ത് ആരുടെ താവളം ഇവിടെ വേണ്ട. ഇന്ത്യയിൽ ഓരോ രാഷ്ട്രങ്ങളും അവർ സംരക്ഷിക്കാൻ കഴിവുള്ളതിനനുസരിച്ച് അവർക്കുണ്ട്. പിന്നെ അങ്ങനെ താവളത്തിന്റെ ആവശ്യമില്ല. പേരും പറഞ്ഞിട്ട് അവിടെ പറ്റി ഇസ്രായേലിന്റെ ജീവൻ ഒപ്പിക്കുക, ചത്ത് കിടക്കുന്ന ഇസ്രായേലിന്റെ ജീവൻ ഒപ്പിക്കുക, അറബികൾക്ക് തലമണ്ടക്കൽ അടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് കണ്ടറിയാൻ അറബികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽക്കാരെന്ന് പറഞ്ഞാൽ മോശപ്പെട്ടവരല്ല. ലോകത്ത് ആദ്യമായിട്ട് ലെറ്റർ ബോംബ് ഉണ്ടാക്കിയത് അവരാണ്. ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആളുടെ പേര് കത്തയക്കാം. കത്തങ്ങ് തുറന്നാൽ ആളപ്പം മരിച്ചു. ഇത്ര ഡേഞ്ചർ പൊസിഷനിലുള്ളവരാണ് അവര്. നല്ല ബുദ്ധിമാന്മാരാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. കേട്ടോ, അവർ ശ്രേഷ്ഠത തന്നെയാണ്, ബുദ്ധിയുള്ളവർ തന്നെയാണ്. അവര് ഒന്നൊരു പാഴ്വസ്തുക്കളല്ല അവർ ഇസ്രായേൽക്കാര്. അതുകൊണ്ടല്ലേ ഇറാൻ തിരിച്ചടിക്കുന്നവർക്ക് അറിയില്ല. ഇറാന്റെ കയ്യിൽ ഇത്രയും വലിയ കോപ്പുണ്ട്, ആയുധ കോപ്പുണ്ടെന്ന് അവർക്ക് അറിയില്ല. അവരുടെ കയ്യിലുള്ളതിന്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാണ് അവരിയ്ക്കുന്നത്, ലോകം ഇരിക്കുന്നത്, അറബികളും ഇരിക്കുന്നത്. പക്ഷെ ഇറാനായിട്ട് പൊങ്ങി വന്നപ്പോഴാണല്ലോ കഥ മാറിയത്. ഇറാന്റെ അടി അവർക്ക് സഹിച്ചിട്ടുണ്ട്, ഇനി സഹിക്കുക. ഇറാൻ ഇപ്പോൾ പറഞ്ഞത് അമേരിക്കയും അടിക്കും, ഇവനെ അടിക്കാനുള്ള ശേഷി അവരിലുണ്ട്. അവർ പബ്ലിക് അവർ പരസ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് അറബികൾക്ക് ഇനിയിപ്പോൾ അറബ് രാഷ്ട്രത്തിൽ നിലനിൽപ്പിനെ അവർക്ക് ഇറാനെ മുന്നിൽ നിർത്താലോ. ഇമാമായിട്ട് നിൽക്കാൻ പറ്റിയ ആൾ തന്നെയല്ല ഇറാൻ. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടല്ലോ. ഏത് അറബ് രാജ്യത്താണ് ഇറാന്റെ ഉള്ളതിന്റെ കാലംശം ഏതെങ്കിലും അറബ് രാജ്യത്തുണ്ടോ? അപ്പൊ അതവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അവർക്ക് പേടിയാണ്. ഇറാനെ അറബികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നും കൊണ്ടിട്ട് ഇപ്പൊ ഇസ്രായേലിനെതിരെ എങ്ങനെ നിന്ന് ആ നൃത്തം മാത്രം പോരാ, പേര് മാത്രം പോരാ. ഇസ്രായേലിന് എതിരായിട്ട് UN ഇത് പ്രമേയം വന്ന ഉടനെ തന്നെ വിറ്റോ ചെയ്യലല്ലേ അമേരിക്കയുടെ പണി. ഈ വിറ്റോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ കൂട്ടുവെക്കുന്നു എന്നല്ലേ ഇതിനർത്ഥം. അപ്പോഴേ ഈ അറബികളിലെ അവർക്ക് അറിഞ്ഞുകൂടാത്തൊന്നും അല്ലത്. നമ്മളിപ്പോൾ ഇവിടെ കിടന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിന് പ്രാധാന്യം കൽപ്പിക്കില്ല. അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ആ ശൈലിയിൽ അവർ പോകുമ്പോൾ ഇപ്പോൾ ഖത്തറിന് അടി കിട്ടിയതുപോലെ ഓരോ ഗൾഫ് രാജ്യത്തിന് അടി കിട്ടിക്കൊണ്ടിരിക്കും. ഇസ്രായേലിന് അത് വളമാണ്. എന്നിട്ടും പറയുന്നത് ഗാസ നശിപ്പിക്കും, എന്താണ് പലസ്തീനെ നശിപ്പിക്കുന്നു, പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കില്ല. 5 സെന്റ് ഭൂമി സർക്കാർ പതിച്ചു കൊടുക്കുന്ന പോലെ ആ തുർക്കിയും ജോർദാനും ഇവരെല്ലാം കൂടിയിട്ട് അവർക്ക് ഒരു എരിപ്പണം കൊടുത്തതാണിത്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നാറ്റാൻ കൊടുത്തത് നക്കി എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് അറബികൾക്ക് എതിരാണ് തിരിഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ അറബികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരുടെ അമേരിക്ക താവളം നിർത്തൽ ചെയ്യുക. അവരെ ഗൾഫ് രാജ്യങ്ങൾ, അവർ അമേരിക്കയിലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പണം പിൻവലിക്കുക, പെട്രോളിന് നിയന്ത്രണം ഏർപ്പെടുത്തുക. കുവൈറ്റ് മാത്രം ലോക ബാങ്കിൽ നിന്നിട്ട് അവരുടെ അക്കൗണ്ട് പിൻവലിച്ചാൽ ലോക ബാങ്കിന്റെ നടത്തിപ്പ് അവതാളത്തിലായി പോകുന്നു പറയുമ്പോൾ അതിന്റെ മാത്രം അക്കൗണ്ട് എന്താണ്, പണം എന്തിനാണ് എടുക്കുന്നത്? അറബികൾക്കെല്ലാം നിശ്ചയമുണ്ട് അവർ പണം എടുക്കുന്നത്. അവരുടെ പണം കൊണ്ടല്ലേ അവരവിടെ ബിസിനസ് എന്തെല്ലാം ചെയ്ത് കൂട്ടുന്നത്. ഈ ഒരു അവസ്ഥയാണ് സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. മുസ്ലിം ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കേണ്ട, എല്ലാം നല്ല ഉയർന്ന രൂപത്തിൽ വരേണ്ട, ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള അറബ് രാഷ്ട്രങ്ങൾ. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ലക്ഷങ്ങൾ അവിടെ ജാതി മത ഭേദമന്യേ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് വീട്ടിൽ അടുപ്പ് പോയുന്നുണ്ടല്ലോ. അറബികളുടെ കഴിവ് കൊണ്ടല്ലേ.
എത്ര അമേരിക്കക്കാരും വന്നിട്ട് ഇവിടെ അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്, എത്ര അറബികൾ പോയിട്ട് അമേരിക്കാരുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്? പറയണം. യെസ്, ടെൽ മീ. യെസ്, ഐ വിൽ ആസ്ക്. നോ, നോ എവിഡൻസ്. നോ, അങ്ങനെ ഒന്നുമില്ല. അറബികളുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അവർ തന്നെ അറബികളുടെ പണം വലിക്കാനുള്ള പരിപാടി ചെയ്യുന്നത്. ഒരു ഇരട്ട മുഖമാണല്ലോ. ഇസ്രായേലിനെ താങ്ങുക, അറബികളെ താങ്ങുക. അറബികളെ താങ്ങൽ പണം ഭരിക്കാൻ വേണ്ടി, ഇസ്രായേലിനെ താങ്ങൽ അറബികളെ അടുപ്പിക്കാൻ വേണ്ടി. ഈ മേഖലയിൽ പാശ്ചാത്യ മേഖലയിൽ അവർക്ക് ഒരു താവളം ഉണ്ടാകണം, അവർക്ക് ഒരു അഡ്രസ് ഉണ്ട്. അറബികളെ വളരാൻ വിടരുത്, ഇസ്രായേലിനെ വളർത്തണം. ഇസ്രായേലിനെ അവർക്ക് അറബികൾക്ക് പേടി സ്വപ്നം വളർത്തണം. ഇപ്പോഴൊക്കെ ഇറാനായി തീർത്തു കൊടുത്ത് അത് തീർക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ലോക മുസ്ലിങ്ങൾ കഷ്ടപ്പെടുന്നത് നേരത്തെ അന്നത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി, ഗുളികയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളും വയസ്സും ആരും വിശപ്പില്ല, ചെറുതിനും വലുതിനൊക്കെ കണക്ക് തന്നെയല്ലേ. വിശന്ന് എടുക്കുന്ന ഭക്ഷണം പാത്രത്തിൽ ഭക്ഷണത്തിന് വേണ്ടി വന്ന് ലൈൻ നിൽക്കുമ്പോഴാണ് അവരെ വന്ന് വെടിവെച്ച് കൊല്ലുന്നത്. അത്ര നികൃഷ്ട ലോകക്കട്ടയിൽ വെച്ചിട്ട് ഏറ്റവും ശപിക്കപ്പെട്ട ഒരുത്തനാണ് നെതന്യാഹു എന്ന് പറയുന്ന ആ പിശാചുണ്ടല്ലോ. അവനെയാണ് ഈ അമേരിക്കക്കാരൻ താങ്ങി നടക്കുന്നത്. കണ്ടില്ലേ, അവരെ മാങ്ങ ഉപ്പിലിട്ട പോലെയല്ലേ ആ എന്താണ് ട്രംപ് എന്ന് പറഞ്ഞ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഒരു മനുഷ്യപ്പേന. അമേരിക്കക്ക് ഇത്ര നാണം കെട്ട പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുന്ന 3 ആളുകൾ, ഒന്ന് ട്രംപ്, ഒന്ന് നെതന്യാഹു, പിന്നെ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് പറയാൻ നാണക്കേടുണ്ട്, എന്നാലും പറയുന്നതിന് നിവൃത്തിയില്ല. കാരണം അത്ര പള്ളി തന്നെ പൊളിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളെ ഒന്നൊടുക്കിയിട്ടുണ്ട് മോഡി എന്ന് പറഞ്ഞ. ഏതായിരുന്നാലും മനുഷ്യ മൂല്യമാണ് നമുക്ക് വേണ്ടത്. മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും ജീവനല്ലേ, അതിൽ വില കൽപ്പിക്കണം. അത് ഇസ്ലാം അത് കൽപ്പിക്കുന്നുണ്ട്, മറ്റുള്ള മതങ്ങളും കൽപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ അതിനിട്ട് വേട്ടയാടുകയാണ്. ഇവർ തീവ്രവാദിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതവിരോധം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനി ഇവനാണ്, ട്രംപാണ്. അപ്പം അത് കണ്ടറിയാൻ അറബികൾക്ക് കഴിയട്ടെ. റഹ്മാനായ അല്ലാഹ് ഈ പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കും. ലോകം മുഴുവൻ പറഞ്ഞ് സ്വാതന്ത്ര്യം കൊടുക്കും, എന്നിട്ട് അവൻ പറഞ്ഞ് കൊടുക്കില്ല. എന്താ അവർക്ക് അർഹതപ്പെട്ടത് റബ്ബ് അത് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാക്കി തരട്ടെ. ലോകം മുഴുവനും നിൽക്കണം ഒരേ ശബ്ദത്തിൽ ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. അള്ളാഹു അത് സാധ്യമാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുത്തിട്ട് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് ഫലസ്തീൻ്റെ പ്രശ്നം. ആ ഫലസ്തീൻ അത് ശുഭസുന്ദരമായിട്ട് നല്ല രൂപത്തിൽ സ്വാതന്ത്ര്യം കൊടുത്ത് ജീവിക്കാൻ തോൽപ്പിക്കാൻ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.